ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അയാളുടെ ജീവിതം, അയാളുടെ കുടുംബ ജീവിതം എടുത്ത് കീറി മുറിച്ച് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അത്തരത്തിലുള്ള കീറിമുറിക്കലും അഭിപ്രായം പറയലും ഒക്കെ അത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല. നമ്മളാരും അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുമല്ല. എന്നാൽ ചില സമയങ്ങളിൽ നമുക്ക് ചിലരുടെ വ്യക്തി ജീവിതങ്ങൾ, അത് ചിലപ്പോൾ അവരുടെ കുടുംബ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ വിവാഹമായിരിക്കാം, അതൊക്കെ എടുത്തു വെച്ച് പൊതുജന മധ്യത്തിൽ പരസ്യമായി കീറി മുറിച്ച് അതിനെക്കുറിച്ച് പലതരത്തിലുള്ള വിശകലനങ്ങൾ നടത്തേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെ ചൊല്ലി വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ രീതിയിൽ ആ വിഷയം നമ്മുടെ നാട്ടിലാകെ വലിയ ചർച്ചയായി മാറുമ്പോൾ, അതേ സംഭവം സ്വന്തം വീട്ടിൽ നടക്കുമ്പോൾ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മഹത്വവൽക്കരിക്കുകയും, ഇതേ സംഭവം അന്യന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ ഓഹോ എന്ന രീതിയിൽ അതിനെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചില ആളുകൾ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള ഒരു ഫാമിലിയെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു വിവാഹം നടന്നു. മലയാള സിനിമയിലെ ആദ്യകാല നടിയായിരുന്ന മേനകയുടെയും നിർമ്മാതാവ് സുരേഷിന്റെ മകളായിട്ടുള്ള കീർത്തി സുരേഷ് വിവാഹിതയായി. ഒരു സാധാരണ വിവാഹമായിരുന്നില്ല, അത് പച്ചയായ ലവ് ജിഹാദായിരുന്നു. നിസ്രാണിയായ ആന്റണി എന്ന യുവാവ് ഹിന്ദുവായ കീർത്തി സുരേഷിനെ പ്രണയിച്ചു വശത്താക്കി വിവാഹം കഴിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് സുഹൃത്തെ നിങ്ങൾ ഈ പറയുന്നത്? നമ്മുടെ നാട്ടിൽ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ചാൽ മതമോ ജാതിയോ നിറമോ മണമോ ഒന്നും നോക്കാതെ ഒരു സ്ത്രീയും പുരുഷനും പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അതിനുള്ള അവകാശം അവർക്കില്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അതിനുള്ള അവകാശം അവർക്ക് നൽകുന്നില്ലേ? അതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസംബന്ധം പറയുന്നത്, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിലരൊക്കെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത്തരം ചോദ്യങ്ങൾ പൊന്തി വന്നേക്കാം. അങ്ങനെയുള്ള നിങ്ങളോട് എല്ലാവരോടുമായിട്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു ലവ് ജിഹാദാണ്. എങ്ങനെയാണ് ലവ് ജിഹാദ് ആവുന്നതെന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനിയായ ആന്റണിയും ഹിന്ദുവായ കീർത്തി സുരേഷും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുക. അല്ലാതെ മുസ്ലിമായ അബ്ദുറഹ്മാനും ഹിന്ദുവായ നിമിഷയും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിമായ ജബ്ബാറും മുസ്ലിമായ മുനീറും ഹിന്ദുവായ അശ്വതിയും അമ്പിളിയും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ മാത്രമേ അത് ലവ് ജിഹാദ് ആവുന്നുള്ളൂ എന്നുള്ള കണ്ടെത്തൽ ശരിയല്ല. ആരാണ് ലവ് ജിഹാദിന്റെ സൃഷ്ടാക്കൾ? ആരാണ് നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് എന്ന പദം കൊണ്ടുവന്നത്? അത്തരത്തിലൊരു കുപ്രചരണം ആരാണ് നമ്മുടെ നാട്ടിൽ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്? അത് ഇവിടുത്തെ സംഘപരിവാറുകാരാണ്, ഇവിടുത്തെ ക്രിസംഗികളാണ്. നമ്മുടെ നാട്ടിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയും കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിന്റെ തലതൊട്ടപ്പനായ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ഇന്ത്യയിൽ ഒരിടത്തും ലവ് ജിഹാദ് ഇല്ലെന്നും ആ രീതിയിലുള്ള ഒരു കേസോ ഒരു സംഭവമോ ഇന്ത്യയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഇന്നും ഇന്ത്യയിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും, പ്രത്യേകിച്ച് കേരളത്തിൽ ഹിന്ദു സ്ത്രീകളെയും ക്രൈസ്തവ സ്ത്രീകളെയും മുസ്ലിങ്ങൾ മനഃപൂർവ്വം പ്രണയത്തിൽ കുടുക്കി അവരെയൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്നു എന്ന രീതിയിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന വലിയ ആവേശത്തിൽ ഇന്നും വിളിച്ചു പറയുന്നു, വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ സാധാരണക്കാരനായ ഒരു മുസ്ലിം യുവാവ് സാധാരണക്കാരിയായ ഒരു ഹൈന്ദവ പെൺകുട്ടിയുമായി പ്രണയത്തിലായി വിവാഹം കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു സാധാരണ ക്രൈസ്തവ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ, പ്രണയിച്ചാൽ, അത് ലവ് ജിഹാദായി, ഭീകരവാദമായി, തീവ്രവാദമായി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് RSSകാരനായ സംഘിയായ സുരേഷിന്റെ മകൾ ക്രിസ്ത്യാനിയായ ആന്റണിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിനെ നിങ്ങൾ ലവ് ജിഹാദ് എന്ന് പറയാത്തത്? ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ RSS എണ്ണുന്ന രണ്ടാമത്തെ ജനവിഭാഗമാണല്ലോ, അല്ലെങ്കിൽ രണ്ടാമത്തെ മതവിഭാഗമാണല്ലോ ക്രൈസ്തവർ എന്ന് പറയുന്നത്. ആ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഒരു RSSകാരന്റെ, ഒരു സംഘപരിവാർ നേതാവിന്റെ മകളെ പ്രണയിച്ച് വശത്താക്കി വിവാഹം കഴിച്ചാൽ അത് ലവ് ജിഹാദ് അല്ല എങ്കിൽ, കീർത്തി സുരേഷിനും ആന്റണിക്കും മതം നോക്കാതെ പരസ്പരം സ്നേഹിച്ച് പ്രണയിച്ച് വിവാഹം കഴിക്കാമെങ്കിൽ അതേ അധികാരവും അതേ സ്വാതന്ത്ര്യവും അതേ അവകാശവും ഇവിടുത്തെ മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ യുവാക്കൾക്കും അതേ അധികാരവും അവകാശവും ഉണ്ട് എന്ന യാഥാർത്ഥ്യം, ആ സത്യം നിങ്ങൾ അംഗീകരിക്കണം. ഇനി നമ്മുടെ നാട്ടിൽ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിരുന്നു. കേരളത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ആ സിനിമ ഇറക്കിയത്. ഈ കേരള സ്റ്റോറി എന്ന സിനിമ പുറത്തു വന്ന സമയത്ത് ആ സിനിമ കണ്ടതിന് ശേഷം കീർത്തി സുരേഷിന്റെ അമ്മയായ മേനക നടത്തിയ ഒരു പരാമർശമുണ്ട്. എന്തായിരുന്നു അവർ പറഞ്ഞതെന്ന് നിങ്ങൾ പലർക്കും ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. എന്നാലും നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. അല്ല, ഉള്ളതല്ലേ ന്യൂസ് പേപ്പറിലും TV-യിലും ഒക്കെ കാണുന്നതും നമ്മുടെ അയൽവക്കത്ത് ഉള്ള ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെയാണ് അവരെടുത്തിരിക്കുന്നത്. ഫാക്ട് ഹേർട്ടിംഗ് ആണ് ഭയങ്കര. കണ്ടില്ലേ എന്താണ് മേനക പറഞ്ഞതെന്ന്?
ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അയൽഭാഗങ്ങളിൽ, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പെൺകുട്ടികളെ മതം മാറ്റി ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സിറിയ അടക്കമുള്ള തീവ്രവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഭീകരവാദങ്ങൾ നടക്കുന്നു, തീവ്രവാദങ്ങൾ നടക്കുന്നു എന്നാണ് പച്ചയ്ക്ക് തന്നെ മേനക പറയുന്നത്. ഈ മേനക ഈ വിവരം അറിയാതെ പറയുന്നതാണ്. ഇവരുടെ ഭർത്താവ് സുരേഷും ഇതേ അഭിപ്രായം തന്നെയാണെന്ന് സിനിമ കണ്ടിട്ട് പറഞ്ഞത്. ഇവരൊക്കെ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നവരാണ്. ഇവരൊക്കെ എഴുത്തും വായനയും അറിയുന്ന ആളുകളാണ്. ഇവർക്കൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. ഇവരൊക്കെ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ചർച്ചകളും എല്ലാ വാർത്തകളും ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് അതാത് സമയത്ത് തന്നെ അറിയുന്നവരാണ്. സുപ്രീം കോടതി പറഞ്ഞതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞതും ഒക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ നാട്ടിൽ നിന്നും 30,000-ലധികം വരുന്ന ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റിയതിനു ശേഷം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി സിറിയയിലേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള സത്യം ഇവർക്കൊക്കെ അറിയാം. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അത്തരം കല്ലുവെച്ച നുണകളെ പോലും ന്യായീകരിച്ചുകൊണ്ട് ഇവരൊക്കെ സംസാരിച്ചത്? അതൊക്കെ ഇവരുടെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. മേനക വരുന്നതും സുരേഷ് വരുന്നതും സംഘപരിവാർ പാളയത്തിൽ നിന്നാണ്. സംഘപരിവാറിന്റെ നുണകളുടെ പ്രചാരകരാവുക എന്നുള്ളത് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ തന്നെ വലിയ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. എന്നിട്ടിപ്പോൾ അവസാനം സ്വന്തം മകളെ മറ്റൊരു മതസ്ഥൻ പ്രണയിച്ച് വശത്താക്കി ലവ് ജിഹാദിലൂടെ വിവാഹം കഴിച്ചപ്പോൾ മേനകയുടെയും സുരേഷിന്റെയും അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയായി. ഇനി ഈ വിഷയത്തിൽ ഏറ്റവും രസകരമായി തോന്നിയ ഒരു ന്യായീകരണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ സംഘികളുടെ അണ്ടകടാഹം വരെ ആടി ഉലഞ്ഞ ഒരു ന്യായീകരണമായിരുന്നു അത്. ലക്ഷ്മി കോണത്താണ് ഈ ന്യായീകരണം നടത്തിയത്. അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നരേന്ദ്രമോദി യുഗം വന്നതുകൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം, ക്രൈസ്തവനായ ആന്റണി ഹിന്ദുവായ കീർത്തി സുരേഷിനെ വിവാഹം കഴിച്ചത് ഹൈന്ദവ ആചാരപ്രകാരമാണ്. നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട് അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പൂർണ്ണമായും ഹൈന്ദവ ആചാരപ്രകാരമാണ് ക്രൈസ്തവനായ ആന്റണി ഹിന്ദുവായ കീർത്തി സുരേഷിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇത് മോദി യുഗം വന്നതുകൊണ്ടുള്ള ഗുണമാണ്. ഇത് മോദി ഭരണത്തിൽ വന്നതുകൊണ്ടുള്ള നേട്ടമാണ്. ഇത് നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഹൈന്ദവരെ ആഹ്ലാദിപ്പിൻ, അറമാദിപ്പിൻ, നമുക്കിതാ നല്ല കാലം വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് ഈ സ്ത്രീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് വരെ ഈ ലക്ഷ്മി കോണത്ത് പറഞ്ഞത്, ക്രിസ്മസ് വരികയാണ്, ഹൈന്ദവരാരും അവരുടെ വീടുകളിൽ സ്റ്റാർ തൂക്കാൻ പാടില്ല, അത് ക്രിസ്ത്യാനികളുടെ ആചാരമാണ്, നമ്മൾ ഹിന്ദുക്കൾ അതൊന്നും ചെയ്യാൻ പാടില്ല, പകരം നിങ്ങളൊക്കെ ക്രിസ്മസ് സ്റ്റാറിന് പകരം ഇത് മണ്ഡലകാലമായതുകൊണ്ട് മകരവിളക്ക് വേണം നിങ്ങളെല്ലാം വീടുകളിൽ തൂക്കാൻ. അങ്ങനെ ഇരിക്കെ കോണത്ത് ലക്ഷ്മിയുടെ അണ്ണാക്കിൽ പിരിവെട്ടിക്കൊണ്ട് ആ ചിത്രങ്ങളും പുറത്തു വന്നു. അത് ഹിന്ദുവായ കീർത്തി സുരേഷ് ക്രൈസ്തവ ആചാരപ്രകാരമുള്ള പൂർണ്ണമായും നെസ്രാനി ചുവയുള്ള, നെസ്രാനി മണമുള്ള വിവാഹാന്തരീക്ഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ചിത്രങ്ങളും ആ രീതിയിൽ വിവാഹത്തിന്റെ ചടങ്ങുകൾ നടന്ന കാഴ്ചകളും ഒക്കെ അടങ്ങുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ഇതും മോദി യുഗത്തിന്റെ ഗുണമായി, മോദി ഭരണത്തിന്റെ വലിയ നേട്ടമായി കോണത്ത് ലക്ഷ്മിക്ക് എടുത്തു കാണിക്കാവുന്നതാണ്. അപ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ഒരു ഹൈന്ദവ സ്ത്രീയും, അതല്ലെങ്കിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനും ഒരു ക്രൈസ്തവ യുവതിയും തമ്മിൽ സ്നേഹിക്കുകയോ പ്രണയിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്താൽ അതിനെ ഓഹോ എന്ന് ചോദിച്ചുകൊണ്ട് ലവ് ജിഹാദെന്നും തീവ്രവാദമെന്നും ഭീകരവാദമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന മാന്യന്മാരുടെ വീട്ടിലും ഇതേ ലവ് ജിഹാദ് ഉണ്ടാവുമ്പോൾ ആഹാ എന്ന് പറഞ്ഞ് മഹത്വവൽക്കരിക്കാൻ വന്നാൽ ഇതുപോലെ എടുത്ത് പൊതുജന മധ്യത്തിൽ വെച്ച് പരസ്യമായി കീറി മുറിച്ച് ന്യായവും അന്യായവും തിരഞ്ഞ് പരസ്യമായി പ്രതികരിക്കും. മുടിനാടിരകീറി പരിശോധിക്കും, ഉറച്ച ശബ്ദത്തിൽ പ്രതികരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.